Good morning to all. Third module, Insolvency and Bankruptcy Code 2016. അപ്പം ഈ ഒരു കോഡാണ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഈ ഒരു മൊഡ്യൂളിൽ 2 ചാപ്റ്റേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദ കോഡ്, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതായത് ഈ പറയുന്ന IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഷോർട്ടായിട്ട് പറയുന്നതാണ് IBC 2016 എന്ന്. ഈ ഒരു കോഡിൻ്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അത് എന്താണ്, ഈ കോഡ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നു. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡേഷൻ, വോളണ്ടറി ലിക്വിഡേഷൻ ആൻഡ് അഡ്ജൂഡിക്കേറ്റീവ് അതോറിറ്റീസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഇൻസോൾവൻസി, അതുപോലെ തന്നെ എന്താണ് ബാങ്ക്രപ്സി എന്ന് പറഞ്ഞു തുടങ്ങാം. ഇൻസോൾവൻസി മലയാളത്തിൽ പറയുവാണെങ്കിൽ പാപ്പരത്വം അല്ലേ, എന്താണ് അതെന്നറിയാം. ഇതൊരു സിറ്റുവേഷനാണ്. ഏത് തരത്തിലുള്ള സിറ്റുവേഷനാണ്? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക്, ഒരു ഫേമിന്, ആർക്കുമാവാം, അവർക്ക് അവരുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ, കടങ്ങൾ വീട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക്രപ്സി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ടേമാണ്. അതായത് ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പാപ്പരത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലീഗൽ ടേമാണ്. അതായത് ഈ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക്രപ്സിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീഗൽ പ്രൊസീഡിംഗ് ആണ് വേറണ്ടർ. ഈ ഒരു ഇതിൻ്റെ കീഴിൽ എന്താണ്, ഈ പറയുന്ന ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഡെപ്റ്റിൽ നിന്നും അയാൾക്ക് എന്താണ് ഒരു റിലീഫ് കിട്ടുന്ന ഒരു ലീഗൽ പ്രൊസീഡിംഗ് ആണ്. അതായത് ഒരു വ്യക്തി ഇൻസോൾവെൻ്റ് ആണെങ്കിൽ അല്ലേ, കോടതി എന്ത് ചെയ്യും, അയാളുടെ സ്വത്തുവകകൾ നിലവിലുള്ളതെല്ലാം കണ്ടുകെട്ടുക എന്ന് പറയും അല്ലേ. അങ്ങനെ അത് കോടതി ഏറ്റെടുത്ത് എന്ത് ചെയ്യുന്നു, അയാൾക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അയാൾക്ക് പേ ചെയ്യാനുള്ള ഡെപ്റ്റ് നിയമപരമായിട്ട് പേ ചെയ്യുന്നു സഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം എന്താണ്, ചിലപ്പം അയാൾക്ക് 1 രൂപ പോലും ഡെപ്റ്റ് പേ ചെയ്യാനുള്ള നിവൃത്തി ഉണ്ടാവില്ല അല്ലേ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോഴെന്താണ്, അയാളുടെ മൊത്തം ഡെപ്റ്റിൽ നിന്നും അയാൾക്കൊരു റിലീഫ് കിട്ടും. ചില സമയം അയാൾക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും അയാളുടെ അസറ്റൊക്കെ വിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം കുറച്ച് ഡെപ്റ്റിൽ നിന്നും അയാൾക്ക് റിലീഫ് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് എത്രയുള്ള ഇൻസോൾവൻറ്റി എന്ന് പറഞ്ഞാൽ ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ അയാളുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ബാങ്ക്രപ്സി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊസീഡിംഗ് ആണ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദി കോഡ്. അതായത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പോർഷനിൽ, ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ ഒരു കോഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഡ് വരാനുണ്ടായ സാഹചര്യമാണ് പറയുന്നത്. അതായത് നിലവിലുണ്ടായിരുന്ന ഒരു ഫ്രെയിംവർക്ക്, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടായിരുന്ന ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇന്നാഡിക്വേറ്റ് ആൻഡ് ഇൻഎഫക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്, അവിടെ ഒരു സിംഗിൾ ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സിംഗിൾ ലോ ഇല്ലായിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുന്നത് പല ലോകളുടെ ബേസിലാണ്, ഒന്നിലധികം ലോസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അത് ഏതൊക്കെയായിരുന്നെന്നാണ് പറയുന്നത്, സിക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട്, അതുപോലെ തന്നെ റിക്കവറി ഓഫ് ഡെപ്റ്റ് due to Bank and Finance Institution Act 1993, the Companies Act 2013, Individual and then Presidents and Insolvency Act 909, Provisional Insolvency Act 1920. അപ്പോൾ ഇങ്ങനെ പറയുന്ന പല ലോസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ്, ഓരോ സിറ്റുവേഷൻ്റെയും ബേസിൽ പല ലോസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കമ്പനീസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്താണ്, കമ്പനീസ് ആക്ട് 2013 അണ്ടറിൽ സിക് ഇൻഡസ്ട്രിയൽ കമ്പനീസിൻ്റെയൊക്കെ ബേസിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആൻഡ് ഫേംസിനെയൊക്കെ പാർട്ട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രസിഡൻഷ്യൽ ഇൻസോൾവൻസി ആക്ട് 909, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഇൻസോൾവൻസി ആക്ടിൻ്റെ ഒക്കെ ബേസിലാണ് അവിടെ ലീഗൽ പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ 2 പോരായ്മകളെയും ഓവർകം ചെയ്തുകൊണ്ട്, അതായത് ഈ നിലവിലുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്ക് അല്ലെ, നിലവിലുണ്ടായിരുന്ന ആ ഒരു ഘടനയിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്കിൽ ഉണ്ടായിരുന്ന ഇന്നാഡിക്വസി ആൻഡ് ഇൻസഫിഷ്യൻസി
അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ്നെസ് പരിഗണിച്ചുകൊണ്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ എന്താണ് രണ്ടാമതുണ്ടായിരുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു സിംഗിൾ ലോ ഇല്ല. അപ്പോൾ ഈ രണ്ട് പോരായ്മകളെയും ഓവർകം ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്റ്റാണ് IBC 2016 എന്ന് പറയുന്നത്. സോ IBC 2016 എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ പല ലോസ്, അതായത് കോർപ്പറേറ്റ് പേഴ്സൺസും പാർട്ട്ണർഷിപ്പ് ഫേമും ഇൻഡിവിജ്വൽസും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പല ലോസ് അതെല്ലാം കൂടി ഏകീകരിച്ച് ഭേദഗതി വരുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ആക്റ്റാണ് ഏതെന്ന് പറയുന്നത് IBC 2016 എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദി മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ ഓഫ് അസറ്റ് ഓഫ് സച്ച് പേഴ്സൺസ് എന്ന് പറയുന്ന ആരാണ്? ഇങ്ങനെ ഇൻസോൾവെൻ്റ് ആകുന്ന അങ്ങനെയുള്ള വ്യക്തികളുടെ അസറ്റ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ എന്താണ് അവരുടെ ആ ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ പേ ചെയ്യാനുള്ള ഒരു പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനും അത് പേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഇൻസോൾവൻസി അല്ലെങ്കിൽ ബാങ്ക്രപ്സിയുമായി ബന്ധപ്പെട്ട് എൻറ്റയർ കാര്യങ്ങൾ അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പം IBC കോഡ് അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞത് മാറിപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ യൂണിഫൈഡ് ലോ അല്ലേ, ഇതൊരു യൂണിഫൈഡ് ലോ ആണ്, എല്ലാം ഏകീകരിച്ചാണ്. ദാറ്റ് കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ഓൾ ദ ലോസ് ദാറ്റ് റിലേറ്റിംഗ് ടു, ബാക്കി ഞാൻ ഇവിടെ നിന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ സിംഗിൾ ലോ അല്ലെങ്കിൽ ഇറ്റ്സ് എ യൂണിഫൈഡ് ലോ എന്നൊക്കെ നമുക്ക് പറയാം. സിംഗിൾ വിൻഡോ സിസ്റ്റം വന്നു അല്ലേ, എല്ലാം ഒരു കൂടെ ഏകീകരിച്ച ഒരു ലോ അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് ലോ ദാറ്റ് കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് all the laws relating to corporate persons, partnership firms and individuals for maximization of value of assets of such persons. Such person എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് പേഴ്സൺ, പാർട്ട്ണർഷിപ്പ് ഫേം, ഇൻഡിവിജ്വൽസ്, ഇങ്ങനെ ഇൻസോൾവെൻ്റ് ആവുന്ന വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അസറ്റിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നിലവിൽ ഈ കോർപ്പറേറ്റ് പേഴ്സൺസ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം കൂടി ഏകീകരിച്ച് അതിൽ ഭേദഗതി വരുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്റ്റാണ് ഏതെന്ന് പറയുന്നത് IBC 2016 എന്ന് പറയുന്നത്. സോ എന്താണ് IBC 2016 അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്താണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കും ഞാൻ കരുതുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയൊരു നോട്ട് എഴുതി വെക്കുക. IBC 2016 എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. സോ അടുത്തത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഇന്ത്യ, ഷോർട്ടായിട്ട് IBBI എന്ന് പറയും, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. സോ ഈ ഒരു കോഡിൻ്റെ, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആസ് പെർ ദ സെക്ഷൻ 188 of Insolvency and Bankruptcy Code 2016, Insolvency and Bankruptcy Board of India shall be established for the purpose of this code. ഈ ഒരു ആക്റ്റിൽ സെക്ഷൻ 188 പറഞ്ഞ പ്രകാരം ഈ കോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിൻ്റെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു ബോർഡാണ് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ഹെഡ് ഓഫീസ് അറ്റ് സച്ച് പ്ലേസ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ന്യൂഡൽഹി ആണ് നമ്മുടെ അല്ലേ. അപ്പം ഇതിൻ്റെ ഹെഡ് ഓഫീസ് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. സോ സെക്കൻഡ് പോയിന്റ്, ഇതിൻ്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹി ആണെന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ this board shall be a body corporate by the name of Insolvent and Bankruptcy Board of India. This board shall have perpetual succession. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇറ്റ്സ് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അതുപോലെ തന്നെ ദിസ് ബോർഡ്
shall have power subject to the provisions of this code to acquire, hold and dispose of properties both movable and immovable. അതായത് ഇമ്മൂവബിളും മൂവബിളുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡിസ്പോസ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും അക്യൂർ ചെയ്യാനും ഒക്കെ ഈ ഒരു കോഡിൻ്റെ അണ്ടറിലുള്ള പ്രൊവിഷൻ പ്രകാരം ഈ ഒരു ബോർഡിന് റൈറ്റ് ഉണ്ട്. ഈ ഒരു ബോർഡിന് അതിനുള്ള പവർ ഉണ്ട്. ഈ ഇമ്മൂവബിൾ അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ആയിട്ടുള്ള അസറ്റ്സും അത് അക്വയർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ് ഈ ഒരു ബോർഡിന് ഉണ്ട്. ദിസ് ബോർഡ് ക്യാൻ സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂഡ്. ഈ ഒരു ബോർഡിന് കേസ് കൊടുക്കാനും അതുപോലെ തന്നെ കേസ് എടുക്കാനും റൈറ്റ് ഉണ്ട്. അതാണ് സ്യൂ ആൻഡ് സ്യൂഡ് എന്ന് പറയുന്നത്. കേസ് കൊടുക്കാനും കേസ് എടുക്കാനും അവർക്ക് സ്വന്തമായിട്ട് കേസ് എടുക്കാനും എന്താണ് കഴിയും. ദ ബോർഡ് എസ്റ്റാബ്ലിഷ് ഓഫീസസ് അറ്റ് സച്ച് അതർ പ്ലേസസ് ഇൻ ഇന്ത്യ. ന്യൂഡൽഹിയിലാണ് ഹെഡ് ഓഫീസെങ്കിലും ഇതിൻ്റെ ഓഫീസ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അപ്പം ഇതാണ് IBBI കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിലെ സെക്ഷൻ 188 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. അതായത് അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഈ ഒരു ബോർഡിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, ഇവർക്ക് മൂവബിളുമായിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അവർക്ക് കേസ് എടുക്കാനും കേസ് കൊടുക്കാനും, അതായത് സ്യൂ ആൻഡ് സ്യൂഡ്, ഈ രണ്ട് കാര്യങ്ങളും എന്താണ് അവർക്ക് സാധിക്കും. സോ അതുപോലെ തന്നെ ഇനി അടുത്തത് പറയുന്നത് ഈ ബോർഡ് ഇതിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഈ IBBI എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നും കൂടി ആഡ് ചെയ്ത് എഴുതാം കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടി. ഇതാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ഈ പറയുന്ന IBBIയുടെ കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. 189 സെക്ഷൻ ഈ ഒരു കോഡ്, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 189 പ്രകാരം ഈ ഒരു ബോർഡിൽ കൺസിസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ചെയർപേഴ്സൺ, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സിനെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് 3 എക്സ് ഓഫീസോ മെമ്പേഴ്സ്, 3 എക്സ് ഓഫീസിയോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്നത് ഫ്രം എമോങ്സ് ദ ഓഫീസേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി ഓർ ഇക്വാലൻറ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലെ ഓഫീസേഴ്സ് ആയിരിക്കണം. അവർ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു റാങ്കിന് താഴെയുള്ളവരായിരിക്കരുത്. ഒന്നെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിക്ക് മുകളിൽ അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കണം 3 പേര്. അവരിൽ ഒരാൾ ആര്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. അടുത്തയാൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. മൂന്നാമത്തെ ആൾ മിനിസ്ട്രി ഓഫ് ലോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ ഈ 3 പേരും ഈ 3 കാര്യങ്ങളെ റെപ്രസെൻറ്റ് കൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലെ ഓഫീസേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളൊരു പൊസിഷനിലായിരിക്കണം. അതിൻ്റെ താഴേക്കുള്ളൊരു റാങ്കിലേക്കുള്ള ഓഫീസേഴ്സ് ആയിരിക്കരുത്. ദെൻ അടുത്തത് 1 എക്സ് ഓഫീസോ മെമ്പർ, ഒരു എക്സ് ഓഫീസോ മെമ്പർ ടു ബി അപ്പോയിൻറ്റ് ബൈ RBIO, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എന്താണ് ഒരു 1 എക്സ് ഓഫീസോ മെമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 5 അതർ മെമ്പേഴ്സ്, ഇതുകൂടാതെ മറ്റ് 5 മെമ്പേഴ്സ് വേണം. അവരെന്താണ് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തവരായിരിക്കണം. ഓഫ് ഹൂം അറ്റ്ലീസ്റ്റ് 3 ഷാൽ ബി ദ ഓൾ ടൈം മെമ്പർ. ഈ 5 സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഈ 5 മെമ്പേഴ്സിൽ 3 പേരെന്ന് പറയുന്നത് ഈ ഒരു ബോർഡിലെ ഓൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. ഇനി ഈ ഒരു മെമ്പേഴ്സിൻ്റെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഈ ഒരു സെക്ഷൻസ് നിങ്ങൾ മറക്കരുത് കേട്ടോ. സെക്ഷൻ 189 ആണ് ഈ ഒരു മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ബോർഡ് എന്താണ് 188 ആണ്.
Then as per the section 189 section prakaram, chairperson and other members shall be person of ability, integrity and standing who have shown capacity in dealing with problems relating to insolvency and have special knowledge and experience in the field of law, finance, economics, accountancy or administration. അതായത് ഈ പറയുന്ന ചെയർപേഴ്സണും അതുപോലെയുള്ള ചെയർപേഴ്സണും മെമ്പേഴ്സും എന്താണ്, ഇവർ ലോ, ഫിനാൻസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ഒരു സ്പെഷ്യൽ നോളജ്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കേസിൽ ഇവർക്കൊരു സ്പെഷ്യൽ നോളജ് അല്ലെങ്കിൽ ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ ഇവർക്ക് സ്പെഷ്യൽ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോ, ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി, അഡ്മിനിസ്ട്രേഷൻ ഈ മേഖലകളിൽ എന്താണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം എന്തെന്ന് പറയുന്നത് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. The appointment of a chairperson and members of the board other than of an ex officio member, ex officio members അല്ലാത്ത മെമ്പേഴ്സും അതുപോലെ അതാരാണ് ഈ 5 അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അവരും ചെയർപേഴ്സണും ഷാൽ ബി മെയ്ഡ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ റെക്കമെൻഡേഷൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി. ഇവരെ തിരഞ്ഞെടുക്കുമെന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ഒപ്പീനിയൻ അനുസരിച്ച് വേണം, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ സ്വീകരിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ വഴിയായിരിക്കണം ഈ ചെയർപേഴ്സണിനെയും എക്സ് ഓഫീസോ ഓഫീസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്ത മെമ്പേഴ്സിനെയും, അതെ എക്സ് ഓഫീസോ മെമ്പേഴ്സ് അല്ലാത്ത മെമ്പേഴ്സിനെയും, അതായത് അതർ 5 മെമ്പേഴ്സ് എന്ന് പറയുന്നവരെയും ചെയർപേഴ്സണെയും അങ്ങനെ വേണം തിരഞ്ഞെടുക്കാം. ഇനി അടുത്തത് പറയുന്നത് ദ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ്. ഇവിടെയും എന്താണ് എക്സ് ഓഫീസോ മെമ്പേഴ്സിൻ്റെ കാര്യമല്ല, ഈ അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ മെമ്പേഴ്സിനെയും ചെയർപേഴ്സൻ്റെയും കാര്യമാണ് പറയുന്നത്. ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഷാൽ ബി of 5 years or till obtain the age of 65 years whichever is earlier, but they shall be eligible for reappointment. ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. ഈ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നവരുണ്ടല്ലോ, എക്സ് ഓഫീസോ മെമ്പേഴ്സ് ഇതിനകത്ത് വരുന്നില്ല, അതർ മെമ്പേഴ്സ് അതുപോലെ തന്നെ ചെയർപേഴ്സണും ഇവരെ 5 വർഷം കഴിയുമ്പോൾ റീഅപ്പോയിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് 65 വയസ്സ് ആവുന്ന സമയത്ത് 5 വർഷം ഓർ 65 ഏജ് ഇതിലേതാണോ ആദ്യമേ സംഭവിക്കുന്നത് ആ സമയത്ത് എന്താണ് ഇവരെ റീഅപ്പോയിൻറ്റ് ചെയ്യും. ഇപ്പം ഒരാളെ ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്തു, 3 വർഷം കഴിയുമ്പോൾ അയാൾക്ക് 65 വയസ്സായെങ്കിൽ 65 വയസ്സ് വരെ ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്തയാളെ റീഅപ്പോയിൻറ്റ് ചെയ്യും. ഇനി 65 വയസ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് 5 വർഷം വരെ ഇരിക്കാം. ദെൻ അടുത്തത് പറയുന്നത് സാലറീസ് ആൻഡ് അലവൻസ് പേയബിൾ to and other terms and conditions of the services of chairperson and members shall be such as may be prescribed. എക്സ് ഓഫീസോ മെമ്പേഴ്സ് അല്ലാത്ത മെമ്പേഴ്സിനും ചെയർപേഴ്സണിനും പേ ചെയ്യുന്ന സാലറീസും അതുപോലെ തന്നെ അലവൻസസും ഇങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ സെക്ഷൻ 191 ഓഫ് ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് സ്റ്റേറ്റ് ദാറ്റ് ഓക്കെ ഇവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇപ്പം നമ്മൾ ബോർഡ് അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ 189 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഈ പറയുന്ന 4 കാറ്റഗറി അല്ലെ, ചെയർപേഴ്സൺ, ദെൻ അതുപോലെ തന്നെ 3 എക്സ് ഓഫീസോ മെമ്പേഴ്സ്, ദെൻ റിസർവ് ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു എക്സ് ഓഫീസോ മെമ്പർ, അതുപോലെ തന്നെ 5 അതർ മെമ്പേഴ്സ്. അപ്പം മൊത്തം 10 പേര് വരുന്നുണ്ട് അല്ലേ. അപ്പം ഇത്രയും മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എഴുതുവാണെങ്കിൽ അത്യാവശ്യം കണ്ടൻറ്റ് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. കോഡ് എന്താണെന്നും ബോർഡ് എന്താണെന്നും ബോർഡിലെ മെമ്പേഴ്സും പഠിച്ചു പോകണം.